ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് ഓളിയിട്ടിട്ട് പറയണം കേട്ടോ വീഡിയോയിലൊക്കെ. കാരണം ഇപ്പം മഴ പെയ്യാണ്. നമ്മുടെ വീട്ടിൽ ഷീറ്റ് ആയതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാവും മഴയുടെ. നമുക്ക് ഇന്ന് എന്താ രാവിലത്തെ ഭക്ഷണം എന്നറിയോ? അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞു, കൈ പൊള്ളിയില്ല. അതാണ് ഞാൻ അയ്യോന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ ദ്വാരക ടീമിൻ്റെ യൂണിഫോം എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ യൂണിഫോമൊക്കെ എടുക്കണം, ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കണം. അപ്പോൾ നമ്മളിത് മഴയുണ്ട്, മഴയായാലും പോകണം. കാരണം നമുക്ക് ഈ ഞായറാഴ്ചയാണ് പരിപാടി. നമുക്കിന്ന് എന്താ ഫുഡ് എന്നറിയോ? കഞ്ഞിയുണ്ട്, രാവിലെ തന്നെ കഞ്ഞി കുടിക്കുകയാണ്. ഇന്നലെ എൻ്റെ ഷീജമാമി കുറച്ച് മുതരയും മറ്റേ വാഴക്കുടപ്പറ്റി അതും കൂട്ടി ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായി. അതുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായ കോക്കായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിന്ന് പോവാൻ. നമ്മളിപ്പം സരിഗുണ്ട് കേട്ടോ, സരിഗുണ്ട്, സുമീൻ്റെ ഇല്ല, ഈ ടീമിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ 3 പേര്, അമ്മയും ഞാനും പിന്നെ സരിഗയൊക്കെ കൂടിയേ പോകണം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഇറങ്ങാം. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഈ വാഴക്കുടപ്പൻ വാഴക്കുടപ്പൻ ഇട്ട കറിയൊക്കെ നല്ല ഇഷ്ടമാട്ടോ. നമുക്കത് ഉണ്ണാം. അമ്മ ഇപ്പോൾ ഒരുങ്ങാൻ പോയേക്കാം, അമ്മ വന്നിട്ട് വേണം കഴിക്കാൻ. ഇപ്പോഴാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണേ. എൻ്റെ കഴിച്ചിട്ട് തീരാറ്, അപ്പോഴാണ് അമ്മ വന്നത്. ഞാൻ അമ്മയുടെയും കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വരും. നമുക്കതിലേക്ക് എത്താം. നമ്മൾ ക്യൂരിനാട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ. വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയണതൊന്നും കേൾക്കില്ല അതിൽ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതാണ് നമ്മൾ ഇത് വെക്കാനാണ്, സൗണ്ട് വെക്കാനായിട്ടാ. അടിപൊളി കളക്ഷൻസ് ആട്ടാ. കാരണം മഞ്ഞില്ലേ, അതാണ് നമ്മൾ എടുത്ത കോസ്റ്റ്യൂം. അപ്പോൾ ഒരു ചേച്ചി നമ്മുടെ സ്ഥലത്ത് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി ഓരോന്ന് പറയാം. നമ്മൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ആ ചേച്ചീനെ സഹായിക്കാൻ വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് നമ്മുടെ കാണുന്ന വൈലറ്റാണ് നമ്മുടെ ഷാള്, ആ മഞ്ഞ നമ്മുടെ ടോപ്പും പാവാടി. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. നമ്മുടെ വാളയൊക്കെ നോക്കാൻ വന്നേക്കാണ് കേട്ടോ. ഡാൻസിന്റെ വാളകള്, മാല അതൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കാണ്. ഭരതനാട്യത്തിന്റെ ഒക്കെയാണ് കമ്മല്. നമുക്ക് ഭരതനാട്യത്തിന്റെ ജിമിക്ക് അങ്ങനത്തെ എടി എങ്ങനത്തെ എടുക്കണേ, എങ്ങനത്തെ എടുക്കണം മനസ്സേ? എൻ്റെ കല്യാണത്തിന് ഞാൻ ഇതാക്കിയെടുക്കാം. സ്വർണ്ണം ഞാൻ എടുക്കില്ല, ഇങ്ങനത്തെ കുറച്ച് ഓർണമെന്റ്സ് എടുക്കാം. പിന്നെ എൻ്റെ എൻഗേജ്മെന്റിന് അങ്ങനത്തെ സൈഡിന് എങ്ങനത്തെ ഇഷ്ടം? അതെങ്ങനെയാണ്? കൊറേ കല്യാണം ഉണ്ടോ? ഒരു അമ്പലത്തെ വെച്ചിട്ട് അങ്ങനെ ഭംഗിയുണ്ടടി, ഭംഗിയുണ്ടടി, ഇങ്ങനെ ഇട്ടാൽ മതിട്ടാ. ഇങ്ങനെ ഇടണ്ട, ഭംഗിയുണ്ട്. ശരി ചോദിക്കേ. ഭംഗിയുണ്ട്, വേറെ നോക്കാം. ഭംഗി കേട്ടോ. അങ്ങനെ നമ്മള് ചൂണയുടെ വീട്ടിലേക്ക് വന്നേക്കുന്നുണ്ട്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എവിടുന്ന്? കുഞ്ഞാറ്റയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. കരുണിക്കും സാരും വേറെ എവിടുന്നോ ഭക്ഷണം കഴിച്ചു. ഞാനിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഡാൻസ് കളിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഡാൻസ് കളിച്ചതിന് ശേഷം അന്ന് വീട്ടിൽ വന്നപ്പോ പാവായിരുന്നു കേട്ടോ, എന്ത് പാവായിരുന്നു. അപ്പൊ നമ്മൾ ഡീസന്റ് കുട്ടിയാണ്, കാരണം അങ്ങ് അവിടെ കൊറേ പേര്. ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ചേച്ചിന്റെ മുരിങ്ങടല 7 ദിവസം അതെ, കൊഴപ്പില്ല. വീട്ടില് മുരിങ്ങയും പരിപ്പും തോന്നുന്നു. പരിപ്പ് കാലത്ത് വെച്ചത് ഞാൻ ഇടാൻ തുടങ്ങിയവള്. അപ്പൊ നീ ഇട്ടിട്ടുണ്ടല്ലോ പൊന്നൂസ. പിന്നെ ചൂണയുടെ പിശുക്ക് നോക്കണേ, അത് പകുതി എടുത്തിട്ട് നമ്മള് കഥയാക്കണേ. സോ നമ്മൾ കുറച്ച്